എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അതിൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഡിജോ ജോസ് ആന്റണിയുടെ സംവിധാനത്തിൽ നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്കഴിഞ്ഞ മെയ് മാസം 1-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായം നേടിയെടുത്ത സിനിമ കൂടിയാണല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഇന്നത്തോടെ 6 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ 5 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള കേരള കളക്ഷനും വേൾഡ് വൈഡ് കളക്ഷനും അതുപോലെ തന്നെ 6-ാം ദിവസത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വരുമ്പോൾ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 6 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് 14 കോടി രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 6-ാം ദിവസമായി ഇന്നത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 6-ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 24 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 6-ാം ദിവസമായി ഇന്ന് തിങ്കളാഴ്ച ചിത്രം 50 ലക്ഷത്തിന് മുകളിൽ രൂപ കേരള ബോക്സ് ഓഫീസിൽ ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 6 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 6 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 6-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 15 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. 30 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമ നിവിൻ പോളിയുടെ സമീപകാല ചിത്രങ്ങളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി. അടുത്ത സിനിമ ജനപ്രിയ നായകൻ ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ പവി കെയർടേക്കർ. തിയേറ്ററിൽ നിന്നും ആദ്യ ദിനം മിക്സ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമ ദിലീപിന്റെ സമീപകാല സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. നിലവിൽ 11 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന പവി കെയർടേക്കർ എന്ന സിനിമ ചിത്രത്തിന്റെ 11-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്കും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനും പുറത്തു വരുമ്പോൾ 11-ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 11 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 11-ാം ദിവസമായി ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ 20 ലക്ഷത്തിന് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 11 ദിവസങ്ങൾ കൊണ്ട് 6 കോടി 25 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ 11 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 10 ദിവസങ്ങൾ കൊണ്ട് പവി കെയർടേക്കർ എന്ന സിനിമ 10 കോടി 65 ലക്ഷം രൂപയുടെ ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയെടുത്തിരിക്കുന്നതെങ്കിൽ 11-ാം ദിവസമായി ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 11 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ നടികർ. ലാൽ ജൂനിയറിന്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയായ നടികർ എന്ന സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും ബിലോ ആവറേജിൽ ദുരന്തമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് ആ അഭിപ്രായം വ്യക്തമാകുന്ന രീതിയിലേക്കാണ് ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ പോകുന്നത്. നിലവിൽ 4 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമ 4-ാം ദിവസമായി ഇന്നത്തെ ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് 13 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 4-ാം ദിവസമായി ഇന്ന് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 25 ലക്ഷത്തിന് മുകളിൽ രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 4 ദിവസങ്ങൾ കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 5 കോടി 50 ലക്ഷത്തിലേക്ക് എത്തപ്പെടുന്നതാണ്. 40 കോടി ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ നടികർ എന്ന സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ വൻ ദുരന്തമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ഫഹദ് ഫാസിലിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ ആവേശം എന്ന സിനിമയുടെ കളക്ഷനാണ്. ഏപ്രിൽ മാസം 11-ാം തീയതി തിയേറ്ററുകളിലേക്ക് വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയാണല്ലോ ആവേശം. നിലവിൽ സമീപകാലങ്ങളിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളേക്കാൾ മികച്ചൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ മികച്ചൊരു ബോക്സ് ഓഫീസ് ഹോൾഡുമായി ഇപ്പോഴും ആവേശം മുമ്പോട്ട് പോവുകയാണ്. ഒരു മാസത്തിലേക്ക് എത്തപ്പെടുന്ന ആവേശം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ നിലവിൽ 26-ാം ദിവസമായി ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 55 ലക്ഷത്തിന് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ തുടർച്ചയായ 26-ാം ദിവസവും ഇന്നും ചിത്രത്തിന് 1 കോടിക്ക് മുകളിൽ രൂപയായിരിക്കും ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ 26 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ആവേശം എന്ന സിനിമ 72 കോടിക്ക് മുകളിൽ രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ 25 ദിവസങ്ങൾ കൊണ്ട് 148 കോടി രൂപ ഗ്രോസ് കളക്ഷൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നേടിയ ആവേശം എന്ന സിനിമ ഇന്നത്തെ വേൾഡ് വൈഡ് കളക്ഷനോട് കൂടി ചിത്രം 150 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അങ്ങനെ ഫഹദ് ഫാസിലിന്റെ കരിയറിലെ തന്നെ ആദ്യത്തെ 150 കോടി ക്ലബിൽ കയറുന്ന മലയാള സിനിമയായി ഇതിനോടകം തന്നെ ആവേശം മാറിയിരിക്കുകയാണ്. മെയ് 9-ാം തീയതി OTT റിലീസിനെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആവേശം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി പ്രേക്ഷകർ കാത്തിരിക്കൂ. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.